ഹലോ, ഇന്ന് നമുക്ക് കുറച്ച് മീൽ പ്രെപ്പ് ചെയ്യാം. സോ ഇന്നത്തെ മീൽ പ്രെപ്പിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു വെജീസിൻ്റെ ഒരു സോസും ആൻഡ് സ്പെഗറ്റി ബൊളോനേസ് ആൻഡ് ചിക്കൻ ഒന്ന് മാരിനേഷനും കൂടിയാണ്. സോ ഈ വെജി സോസ് എന്ന് പറയുമ്പോഴത്തേനും ഇതിൻ്റെ അകത്ത് ക്യാരറ്റ്, പംകിൻ, ക്യാപ്സിക്കം ആൻഡ് അണിയൻസ് ഇത്രയും വെച്ചിട്ട് ഇത് റോസ്റ്റ് ചെയ്ത് പിന്നെ ഇത് ഗ്രൈൻഡ് ചെയ്തെടുക്കലാണ് ഇതിൻ്റെ ഒരു പരിപാടി. സോ ഇത് വെച്ചിട്ട് ഒന്നുകിൽ സൂപ്പ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് പാസ്തയ്ക്കകത്താക്കി ഇടാം. അങ്ങനെ ഇനിയിപ്പം അത് അവിടെ കിടന്നാവട്ടെ. അതൊരു 45 minutes to 1 hour റോസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്ന ഒരു സമയം കൊണ്ട് നമുക്ക് നമ്മുടെ സ്പെഗറ്റി ബൊളോനേസ് ഒന്ന് ഉണ്ടാക്കാം. സോ ഈ സ്പെഗറ്റി ബൊളോനേസിൻ്റെ അകത്തും ഞാൻ ഒരുപാട് വെജിറ്റബിൾസ് ഒക്കെ ഇടും. വെജിറ്റബിൾസ് ഒക്കെ പിള്ളേരെ കാണിച്ച് കൊടുക്കണം എന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ കൊടുത്തിട്ട് കഴിക്കാത്ത പിള്ളേർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ വെജിറ്റബിൾസ് അകത്ത് പോകണ്ടേ. അപ്പോൾ പിന്നെ ഈ സ്പെഗറ്റി ബൊളോനേസ് ഒക്കെ ആണെങ്കിൽ അവർ പോലും അറിയാതെ കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളും ഒക്കെ അവരുടെ ഉള്ളിലേക്ക് പൊയ്ക്കോളും. സോ ഇതിന് വേണ്ടിയിട്ട് ഇതുപോലെ മീറ്റ് ആദ്യം ഒന്ന് സൊട്ടേ ചെയ്യുക, അതിൻ്റെ അകത്തോട്ട് വെജീസ് ഇടുക. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ക്യാൻഡ് ടൊമാറ്റോ ആണ്, ഒരു 2 ക്യാൻഡ് ടൊമാറ്റോ കൂടി ഇടുക. അത് അവിടെ ആകുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ സ്പെഗറ്റി ഉണ്ടാക്കാം. ഞാനിങ്ങനെ ഈ സ്പെഗറ്റി പൊട്ടിച്ചിടുന്നത് കണ്ടാൽ ഇറ്റാലിയൻസ് കണ്ടാൽ തല തല്ലും. എന്നാലും പിള്ളേർക്ക് കഴിക്കാൻ കുറച്ചുകൂടെ എളുപ്പം ഇതുപോലെ പൊട്ടിച്ചിടുന്ന. ആൻഡ് ബാക്കി വെജിറ്റബിൾസ് വന്നതിൻ്റെ അതിൻ്റെ തൊലിയും കാര്യങ്ങളും ഒക്കെ ഞാനൊരു കോമ്പോസ്റ്റ് വാട്ടർ ഉണ്ടാക്കും. ഇവിടെ ഒരു ഫുൾ കോമ്പോസ്റ്റ് പിറ്റിനുള്ളൊരു അവസരമില്ല. അപ്പം ഈ ഒരു വെജിറ്റബിൾസ് പീൽസ് എല്ലാം കൂടെ വെള്ളത്തിൻ്റെ അകത്തിട്ട് ഒരു 2 ദിവസം വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും അത് നമ്മുടെ പ്ലാന്റ്സിന് ഉപയോഗിച്ചാൽ വളരെ നല്ലതായിരിക്കും. ആൻഡ് ഫൈനൽ തിങ് ഈസ് ഈ ഒരു ചിക്കൻ മാരിനേഷൻ. സോ സ്പൈസസ് ഒന്നും ഞാൻ ഇടുന്നില്ല, കുറച്ച് ഗരം മസാല മാത്രം, വേറെ ചില്ലി പൗഡർ ഒന്നും പിള്ളേർക്കായതുകൊണ്ട് ഇടുന്നില്ല. ആൻഡ് ഇത് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെക്കുക. ആൻഡ് ഓരോരോ പീസ് എടുത്ത് എയർ ഫ്രയറിൽ വേണ്ടിയപ്പം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്. സോ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു മീൽ പ്രെപ്പ്. ഈ ഒരു പ്രെപ്പ് ഒരാഴ്ചയ്ക്കുള്ളിൽ കഴിക്കാൻ വേണ്ടി മാത്രമല്ല, ഇത് പലതും ഞാൻ ക്യൂബ്സ് പോലെ ആക്കിയിട്ട് ഫ്രീസറിൻ്റെ അകത്താക്കി വെക്കും. സോ ഓവർ എ പീരീഡ് ഏതെങ്കിലുമൊക്കെ ദിവസം കുക്ക് ചെയ്യാനുള്ള മടിയുള്ള ദിവസങ്ങളോ സമയമില്ലാത്ത ദിവസങ്ങളോ ഒക്കെ ഇതുപോലത്തെ 1-2 ക്യൂബ് ഇതിൽ നിന്നെടുത്ത് പാസ്തയ്ക്കകത്തോട്ടൊക്കെ ഇട്ട് നമുക്ക് യൂസ് ചെയ്യാം. സോ ദിസ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് മീ ഫോർ ലേറ്റർ. അപ്പോൾ ഇന്നത്തെ മീൽ പ്രെപ്പ് എല്ലാം കഴിഞ്ഞു. ഒരു ക്വിക്ക് കിച്ചൺ ടൈഡിയപ്പും കൂടെ കഴിയുമ്പോഴത്തേനും ഇന്നത്തെ പരിപാടി ഡൺ. താങ്ക് യു ഫോർ വാച്ചിങ്.